എല്ലാ സീമകളും ലംഘിച്ചുകൊണ്ട് പാലക്കാട്ടെ CPM ജില്ലാ സെക്രട്ടറി സുരേഷ് ബാബു ഷാഫി പറമ്പിലിനെതിരെ നടത്തിയ വ്യക്തിഹത്യ, ഷാഫി പറമ്പിലിനെതിരെ നടത്തിയ അധിക്ഷേപങ്ങൾ അത് സമൂഹത്തിൽ വലിയ വിമർശനങ്ങൾക്കാണ് വഴിവെക്കുന്നത്. സമൂഹത്തിൽ വലിയ തരത്തിലുള്ള പൊതുമധ്യത്തിൽ വലിയ തരത്തിലുള്ള പ്രതിഷേധങ്ങളും വിമർശനങ്ങളും സുരേഷ് ബാബു ഏറ്റുവാങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ കേരളത്തിന്റെ പൊതുസമൂഹത്തിൽ പ്രവർത്തിക്കുന്ന പല സ്ത്രീകളും പല വനിതകളും ഷാഫി പറമ്പിലിന് പിന്തുണയുമായിട്ടും ഈ സുരേഷ് ബാബുവിന്റെ എല്ലാ മര്യാദകളും എല്ലാ സീമകളും ലംഘിച്ചുകൊണ്ടുള്ള ഈ അധിക്ഷേപത്തിനെതിരെയും രംഗത്ത് വരികയാണ്. ഇപ്പോഴിതാ ഫേസ്ബുക്കിൽ ദീപ ജോസഫിന്റെ ഒരു വൈറലാവുന്ന കുറിപ്പ്, ദീപ ജോസഫ് പങ്കുവെച്ച ഒരു കുറിപ്പ്, ഷാഫി പറമ്പിലിനെ പിന്തുണച്ചുകൊണ്ട് അഡ്വക്കേറ്റ് ദീപ ജോസഫ് പങ്കുവച്ചിരിക്കുന്ന ഈ കുറിപ്പ് സോഷ്യൽ മീഡിയയിൽ വളരെ ചർച്ചയാവുകയാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദീപയുടെ വാക്കുകൾ അത് വളരെ മൂർച്ചയുള്ളതാണ് എന്നുള്ളതാണ്. ആദർശങ്ങളെ ആദർശങ്ങൾ കൊണ്ട് നേരിടൂ, വെടിക്കാറ്റുകളെ അകറ്റൂ, ഭാരതത്തിലെ രാഷ്ട്രീയ പ്രബുദ്ധരെ നേതാക്കന്മാരെ എന്ന് പറഞ്ഞുകൊണ്ട് ദീപ ജോസഫ് തുടങ്ങുകയാണ്. ഭരണപദത്തിൽ ഉള്ളവർ ശ്രദ്ധിക്കുക, നിങ്ങളുടെ ഭരണ നേട്ടങ്ങളാണ് നിങ്ങളുടെ വിജയം. നിങ്ങൾ നടത്തിയ നാടിന്റെ വികസനങ്ങൾ ആണ് നിങ്ങളുടെ മുഖമുദ്ര. നാട്ടുകാരുടെ മനസ്സിൽ നിങ്ങൾ ചേക്കേറാൻ നടത്തിയ ഓരോ നേട്ടങ്ങളുമാണ് നിങ്ങൾക്കായി കരുതുന്ന വോട്ടുകൾ. അല്ലാതെ കറക്കിക്കുത്തും കൂട്ടിക്കൊടുപ്പും അത് ഏത് മാമനും ചെയ്യാം. വ്യവസായികളെയും പണച്ചാക്കുകളെയും ഭീഷണിപ്പെടുത്തിയും പലതിനും അവസരങ്ങൾ വാഗ്ദാനം ചെയ്തും അവരെ ഊറ്റിക്കാശാക്കി അവരിൽ നിന്ന് തട്ടിയ പണം കൊണ്ട് വോട്ട് വാങ്ങി വീണ്ടും അധികാരത്തിൽ വരാനല്ല ഈ കിഴവൻ സമൂഹം ശ്രമിക്കേണ്ടത്. പഴയതും കാലഹരണപ്പെട്ടതുമായ രാഷ്ട്രീയ ചിന്തകളും രീതികളും മാറ്റാൻ സമയമായി. ഇത് ഹൈടെക് യുഗമാണെന്ന് നിങ്ങൾ ഓർക്കുകയും യുവതലമുറയ്ക്ക് വേണ്ടി വഴിമാറുകയും വേണം. 65 വയസ്സ് കഴിഞ്ഞാൽ പിന്നെ അത് പഴഞ്ചൻ ആശയം എന്ന് പറയാൻ കഴിയൂ. അല്ലെങ്കിൽ നിങ്ങൾ അറിവ് കൊണ്ട് പ്രബുദ്ധരും ആശയം കൊണ്ട് മിടുക്കരും സ്വഭാവം കൊണ്ട് സംശുദ്ധരും ആവണം. രാഷ്ട്രീയ പദവികൾ പണമുണ്ടാക്കാനുള്ളതല്ല, മറിച്ച് രാജ്യത്തെ സേവിക്കാനുള്ളതാണ്. രാഷ്ട്രീയ സേവനമാണ് രാജ്യവും ജനങ്ങളും നിങ്ങളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത്. 70 വയസ്സിന് മുകളിൽ പ്രായമായാൽ ഏവരും പോക്കറ്റ് വീർപ്പിക്കുന്ന രാജ്യസേവനം നിർത്തി സ്വയം സേവ ചെയ്യാൻ ശ്രമിക്കണം. ഇത് നിയമം മൂലം പ്രാബല്യമാക്കണം. അതുപോലെ തന്നെ ഇലക്ഷൻ അടുക്കുമ്പോൾ കേരളത്തിലുള്ള പ്രവണതയാണ് വെടിക്കാറ്റ്. അത് ഇടതുനിന്ന് വലത്തേക്ക് വീശുന്ന കാറ്റാണ്. അങ്ങനെയെങ്കിൽ അത്തരം തരം താഴ്ന്ന പ്രവണത പാർട്ടി അജണ്ട ആണെന്ന് വിശ്വസിക്കാൻ ആണിഷ്ടം. രാഷ്ട്രീയ ആരോപണങ്ങളിൽ കഴമ്പില്ലെങ്കിൽ പണി പാടും. രാഷ്ട്രീയ വൈര്യം തീർക്കാൻ വ്യക്തിഹത്യ ആയുധമാക്കുന്നത് ശരിയല്ല. അതാണ് ആണിനെ കുറിച്ചായാലും പെണ്ണിനെ കുറിച്ചായാലും. ഏതായാലും യുവത്വത്തെ ഭയക്കുന്ന ഒരു അപ്പൂപ്പൻ സമൂഹത്തെ നേരിൽ കാണുന്ന ആ പ്രവണത ഇനി നടക്കില്ല. യുവതലമുറയെ അടിച്ചമർത്താൻ വീശുന്ന വെടിക്കാറ്റ് അതിനി എത്ര കൊടുങ്കാറ്റായാലും നേരിടും. തൊഴിലില്ലായ്മ കേരളത്തിന്റെ മുഖമുദ്ര ആണെന്ന് വെച്ച് ഉതുപ്പ് കൊട്ടാനും സൈക്കിളിൽ മൈക്ക് കെട്ടി പാട്ട് പാടാനും വെടിപ്പാർട്ടി യുവത്വത്തെ ദുരുപയോഗം ചെയ്യുന്നത് ഉണ്ണുന്നവന് നാണമില്ലെങ്കിൽ വിളമ്പുന്നവന് എങ്കിലും നാണം വേണ്ടേ? എൻ്റെ യുവതലമുറ കുഞ്ഞുങ്ങളെ, നിന്നെയൊക്കെ കൊട്ടി എഴുന്നള്ളിക്കുന്നവൻ്റെ ഒക്കെ മക്കൾ ഇന്ന് കോടിപതികളാണെന്ന് തിരിച്ചറിയുക. നിന്റെയൊക്കെ ലൈംഗിക ദാരിദ്ര്യം മൈക്കിലൂടെ കൊട്ടി ചോദിക്കാതെ വീട്ടിലേക്ക് ഒരു നേരത്തെ അരി മേടിക്കാൻ കാശുണ്ടാക്കാൻ നോക്ക്. ഷാഫിക്കൊപ്പം ഷാഫിയുടെ പ്രവർത്തനങ്ങൾക്ക് ഐക്യദാർഢ്യം. വെടിക്കാറ്റിന് വിട. മരിച്ചുപോയ അമ്മച്ചി അന്ന് പറഞ്ഞത് ഇത്രയും പ്രാവർത്തികമാകുമെന്ന് കരുതിയില്ല. അവർ വന്നാൽ എല്ലാം ശരിയാകുമെന്ന്. ഇപ്പോൾ എല്ലാം ശരിയായി, അമ്മച്ചിയും പോയി എന്ന് പറഞ്ഞുകൊണ്ട് അഡ്വക്കേറ്റ് ദീപ ജോസഫ് അവസാനിപ്പിക്കുകയാണ്. ഷാഫി പറമ്പിലിനെ വ്യക്തിഹത്യ നടത്തിയ ഈ പറയുന്ന സുരേഷ് ബാബുവിനെതിരെയും CPM നേതാക്കൾക്കെതിരെയും അതിരൂക്ഷമായ ഭാഷയിലാണ് ഈ പറയുന്ന ദീപ ജോസഫ് തൻ്റെ വാക്കുകൾ കൊണ്ട് മുറിവേൽപ്പിച്ചിരിക്കുന്നത്. നമ്മൾ വളരെയധികം ചിന്തിക്കേണ്ടതും അതിലേറെ ഉപരി നമ്മളെല്ലാവരും അന്യോന്യം പാസ് ചെയ്യേണ്ടതുമായ ചില ഇൻഫർമേഷനുകളാണ് ദീപ ജോസഫ് പങ്കുവെക്കുന്നത്. ഇത്തരത്തിൽ ഈ കിഴവന്മാർ പലതിനെയും വിലക്ക് വാങ്ങി, പലതിനെയും ഭീഷണിപ്പെടുത്തി കാശുകൾ ഉണ്ടാക്കി, ആ കാശ് കൊണ്ട് വോട്ട് വാങ്ങി, ഇത്തരത്തിൽ PR വർക്കുകൾ നടത്തി ഷാഫി പറമ്പിലിനെ പോലെയുള്ള ഒരു യുവജന നേതാവിനെ, അയാളുടെ ജനസമിതിയെ ഇവർ അത്രയധികം ഭയപ്പെടുന്നത് കൊണ്ട്
ഇത്തരത്തിൽ വ്യക്തി അധിക്ഷേപങ്ങൾ നടത്തിക്കൊണ്ട് അടിസ്ഥാനരഹിതമായ ആരോപണങ്ങളും അധിക്ഷേപങ്ങളും ഉന്നയിച്ചുകൊണ്ട് അയാളെ ഇല്ലാതാക്കാമെന്ന് നിങ്ങൾ കരുതുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തെറ്റി. ഷാഫി പറമ്പിൽ എന്ന് പറയുന്നത് കേരളത്തിൻ്റെ സമൂഹത്തിൽ യുവതലമുറയിൽ പെടുന്ന യുവതക്ക് വളരെയേറെ സ്വീകാര്യനായ വ്യക്തിയാണ്. ഓഫ് കോഴ്സ് ഇത്തരത്തിലൊരു വൈറലാവുന്ന പോസ്റ്റ് നമ്മൾ കാണുമ്പോൾ അതിൻ്റെ കമൻറ്റ് ബോക്സ് നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് ചെക്ക് ചെയ്യുമല്ലോ. കമൻറ്റ് ബോക്സിലാണെങ്കിൽ വരുന്ന ചില കമൻറ്റുകൾ അതിലേറെ മെച്ചപ്പെട്ടതാണ് എന്നുള്ളതാണ്. സപ്പോർട്ട് പോസ്റ്റ് എല്ലാം വ്യക്തം. ജൻസി പിള്ളേർ ഉണരട്ടെ, ഈ വെടിക്കാറ്റിനെ ഭയക്കാത്ത ശ്രദ്ധ കൊടുക്കാത്ത അവരിലാണ് പ്രതീക്ഷ. ഈ മാമ സംസ്കാരം ഒക്കെ തുടച്ചു കളയാൻ അവർ ഉയർന്നു വരട്ടെ എന്ന് പറഞ്ഞുകൊണ്ടൊരാൾ. ദീപ ജോസഫ്, നമ്മുടെ സമൂഹത്തിന്റെ ഏറ്റവും വലിയ ഒരു ശാപമാണ് കഴിവുള്ളവരെ ഏത് വിധേനയും അടിച്ചമർത്തുക എന്നുള്ളത്. അതിനുവേണ്ടി ഏത് തെറ്റുവരം പോവാനും ഇക്കൂട്ടർ മടിക്കുകയില്ല. കൊടുങ്കാറ്റിന് മുന്നിലും പതറാതെ നിൽക്കാനുള്ള കരുത്താർജിക്കുക എന്നല്ലാതെ മറ്റൊരു പോംവഴിയുമില്ലല്ലോ. പ്രതിസന്ധികളെ അതിജീവിച്ച് ധൈര്യപൂർവ്വം മുന്നേറുക. ഭരണനേട്ടം പറയാനുള്ള ത്രാണിയില്ല. സംഘിക്കൂട്ടുകെട്ടും സർവത്ര അഴിമതിയും മറച്ചുവെക്കാൻ മസാല കഥകൾ പറഞ്ഞ് വീണ്ടും ഭരണം പിടിക്കാമെന്ന് വ്യാമോഹമാണ് CPM-ന്. കൂട്ടിന് റിപ്പോർട്ടർ ചാനലിലെ കള്ളന്മാരുമുണ്ട് എന്ന് മറ്റൊരാൾ. കേസ് കൊടുക്കണം ചേച്ചി പറഞ്ഞ കറക്കി കുത്തും മാത്രം പോരാ, ആർജവം കൂടി വേണം. എൻ്റെ FB-യിൽ തള്ളു മാത്രം പോരാ, അപ്പുറത്ത് നിസ്സഹയായ പെൺകുട്ടി ഗർഭം കലക്കി നിൽപ്പുണ്ട്. തുറന്നു പറയാൻ ഭയം കൊണ്ടാണ് നിങ്ങളുടെ വിജയം. പക്ഷേ വേട്ടക്കാരൻ ഇതുവരെ സന്ദേശം തൻ്റേതല്ല എന്ന് പറഞ്ഞിട്ടില്ല എന്ന് മറ്റൊരാൾ പറയുന്നുണ്ട്. വേട്ടക്കാരൻ എന്തിനാണ്, ഞാൻ ചോദിക്കട്ടെ, ഇപ്പോ ഈ പറഞ്ഞ ഇരയുടെ കാര്യം പറയുമ്പോൾ എന്തിനാണ് ഭയക്കുന്നത്? നമ്മുടെ നാട്ടിലെ നീതി ന്യായ വ്യവസ്ഥകളിൽ വിശ്വസിച്ചല്ലേ മതിയാവുകയുള്ളൂ. എന്തിനു ഭയപ്പെടണം? ഇത് പുറത്തു പറഞ്ഞാൽ, മുന്നോട്ട് വന്നാൽ ഇവരുടെ ജീവന് ഭീഷണി ഉണ്ടാകുമോ? ജീവൻ അപകടത്തിലാവുമോ? ഒരിക്കലുമില്ല. ഇങ്ങനെയൊക്കെ കഥകൾ പറഞ്ഞുണ്ടാക്കുന്നവർക്ക് അങ്ങനെ പറയാൻ പല കാരണങ്ങളുണ്ടാവാം. അങ്ങനെ ഒരു ഇര ഉണ്ടെങ്കിൽ ആ ഇര അത് പുറത്തു പറയാൻ തയ്യാറാവുന്നില്ലെങ്കിൽ അതിന് അതിൻ്റെതായ കാരണങ്ങൾ ഉണ്ടാവും എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല. ഇത്തരത്തിൽ ദീപ ജോസഫിന്റെ പോസ്റ്റിനെ ചർച്ച ചെയ്തുകൊണ്ട് കമന്റ് ബോക്സുകൾ നിറയുകയാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഷാഫി പറമ്പിലിനെതിരെ നടന്നിരിക്കുന്ന ഈ വ്യക്തി അധിക്ഷേപം, ഈ അധിക്ഷേപത്തിൽ വലിയ തോതിലുള്ള പ്രതിഷേധങ്ങളാണ് ഉയരുന്നത്. പ്രതിഷേധങ്ങൾ ഉയരുമ്പോൾ തന്നെ ഈ പറയുന്ന സുരേഷ് ബാബുവിനെ ഒരിക്കലും പിന്താങ്ങുവാനോ അയാളെ പിന്തുണക്കുവാനോ CPM-ഉം തയ്യാറാകുന്നില്ല എന്നുള്ളതാണ്. കാരണം ഷാഫിയെ തൊട്ട ഈ സുരേഷ് ബാബുവിന്റെ വാക്കുകൾ അത് CPM-ന് വലിയ പ്രതിസന്ധിയിലേക്കാണ് തള്ളിവിടുന്നത്. എല്ലാ അർത്ഥത്തിലും പ്രതിസന്ധിയിലേക്കാണ്. കാരണം ഇത്തരത്തിൽ വ്യക്തി അധിക്ഷേപം നടത്തുന്ന രീതിയിലേക്ക് നടത്തിയ, അതും പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറി നടത്തിയിരിക്കുന്ന ഈ ആരോപണങ്ങൾ അത് തീർത്തും അടിസ്ഥാനരഹിതമാണെന്ന് AK ബാലൻ തന്നെ പറഞ്ഞു വെക്കുകയാണ്. കാരണം പാലക്കാട് നിന്നുള്ള AK ബാലൻ ജില്ലാ സെക്രട്ടറിയുടെ കയ്യിലുള്ള തെളിവുകൾ എന്തേ AK ബാലന് കിട്ടാതിരിക്കുമോ? അല്ലേ? അപ്പോൾ ഒരിക്കലും അത് അങ്ങനെയല്ല. ചില വിടുവായുധങ്ങളുടെ അല്ലെങ്കിൽ എന്താ പറയേണ്ടത്, ചില ഇക്കിളിക്കഥകളുടെ രീതിയിൽ ഈ പറയുന്ന സുരേഷ് ബാബു സംസാരിക്കുകയും അത് കയ്യിൽ നിന്ന് പോയി എന്നുള്ളതുമാണ് ഇതിന്റെ യാഥാർത്ഥ്യം. സുരേഷ് ബാബു പല കള്ളങ്ങളും നിന്ന നിൽപ്പിൽ പറഞ്ഞു നോക്കുന്നുണ്ട്, ഞാൻ ഷാഫിയുടെ പേര് പറഞ്ഞിട്ടില്ല എന്നൊക്കെ. ബട്ട് കേരളത്തിന്റെ പൊതുസമൂഹം കണ്ടതാണ്, സുരേഷ് ബാബു പറഞ്ഞത് കേട്ടതാണ്. അപ്പൊ അതുകൊണ്ട് ഈ പറഞ്ഞതൊക്കെയും അത്രയും സുരേഷ് ബാബുവിന് തന്നെ തിരിച്ചടിയാവുന്ന ഒരു ഘട്ടമാണ് വന്നിരിക്കുന്നത്. ഷാഫിയെ തൊട്ടാൽ തിരിച്ചടി ആകുമെന്നുള്ളത് സുരേഷ് ബാബു ആദ്യം തന്നെ ആലോചിക്കേണ്ട ഒരു കാര്യമായിരുന്നു. കാരണം നിങ്ങൾ ഷാഫി പറമ്പിലിനെതിരെ പല കളികൾ കളിച്ചു നോക്കി. സംഘപരിവാറുകാരൻ പോലും മടിച്ചു നിന്ന കാര്യങ്ങൾ വർഗീയതയുടെ കാടിറക്കിക്കൊണ്ട് ഷാഫിയെ അയാളുടെ വിശ്വാസത്തിന്റെ പേരിലും അയാളുടെ പേരിന്റെ പുറത്തും അയാളെ വർഗീയവാദിയാക്കുവാനുള്ള ശ്രമങ്ങൾ നിങ്ങൾ വടകരയിൽ നടത്തി. അവിടെ കാഫിർ സ്ക്രീൻഷോട്ടുകൾ പ്രചരിപ്പിച്ചുകൊണ്ട് അതിന് നിങ്ങളുടെ സമുന്നതരായ സതീദേവിയെ പോലെയുള്ള മുതിർന്ന നേതാക്കൾ പോലും നേതൃത്വം കൊടുത്തിട്ട് അത് ചീറ്റിപ്പോയപ്പോൾ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ അവിടെ നിങ്ങൾ നീലപ്പെട്ടി ഇറക്കി. ഈ നീലപ്പെട്ടിയിൽ നിറയെ പണമാണെന്ന് വരുത്തി അത് നിങ്ങൾ തേടിപ്പോയിട്ട് നിങ്ങൾക്ക് പണവും കിട്ടിയില്ല, പെട്ടിയും കിട്ടിയില്ല. പെട്ടി തുറന്നപ്പോൾ അവസാനം വോട്ടെണ്ണിയപ്പോൾ പാലക്കാട് നിങ്ങൾ 8 നിലയിൽ പൊട്ടി. എല്ലാം കൊണ്ടും ഷാഫിയെ തൊട്ടപ്പോൾ നിങ്ങൾക്ക് തിരിച്ചടികൾ മാത്രമായിരുന്നു. അതിൻ്റെ ഒരു പകയും വൈരാഗ്യവും ഒക്കെ സഖാക്കളുടെ മനസ്സിൽ നല്ലോണം കിടന്നിങ്ങനെ വേദനിപ്പിക്കുന്നുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ആ യാഥാർത്ഥ്യമാണ് ഇന്നിപ്പോൾ ആശയപരമായിട്ടും രാഷ്ട്രീയപരമായിട്ടും ആദർശപരമായിട്ടും ഷാഫി പറമ്പിൽ എന്ന് പറയുന്ന വ്യക്തിയെ നേരിടാൻ കഴിയാതെ വരുമ്പോൾ
അയാളെ വ്യക്തിഹത്യ ചെയ്യുന്നതിലേക്ക്, അയാളെ അധിക്ഷേപിക്കുന്നതിലേക്ക്, അടിസ്ഥാനരഹിതമായ പച്ച നുണകൾ വിളിച്ചു പറയുന്നതിലേക്ക് പാർട്ടി സെക്രട്ടറിയെ പോലും പ്രേരിപ്പിക്കുന്ന ഘടകം എന്ന് പറയുന്നത്. പാർട്ടി സെക്രട്ടറിക്ക് ഇത്തരത്തിൽ സൈബർ സഖാക്കൾ, സോഷ്യൽ മീഡിയകളിൽ അന്തംഗമികളായിട്ടുള്ള സൈബർ സഖാക്കൾ നടത്തുന്നത് പോലെയുള്ള ഈ പറയുന്ന അടിസ്ഥാനരഹിതമായ ഈ ഇക്കിളി കഥകൾ ഉണ്ടാക്കി അത് പറഞ്ഞു വിടാൻ ഒരു നാണവും മാനവും ഇല്ലാതെ പാർട്ടി സെക്രട്ടറി മുന്നിൽ നിന്നത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഉള്ളിൽ കിടക്കുന്ന ഷാഫിയോടുള്ള ദേഷ്യവും വൈരാഗ്യവും പകയും ഒക്കെയാണ് കാരണമാകുന്നത് എന്നുള്ളതാണ്.